നിങ്ങൾ ഈ നടത്തം മറക്കാതിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ശ്രമിച്ചാൽ നടക്കും. എല്ലാവരും തന്നെ ഇപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്നൊന്ന് ഏക്കാനായിട്ടൊന്ന് പരിശ്രമിക്കുക. ഏറ്റ് കഴിയുമ്പം നമ്മൾ ആദ്യമൊക്കെ നമുക്ക് വേണ്ടാന്ന് തോന്നും. ജസ്റ്റ് നമ്മുടെ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് ആരും നിങ്ങളോടൊന്നും പറയില്ല. ഒരു ദിവസം നിങ്ങളൊന്ന് നടന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ നടത്തത്തിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഗുണങ്ങളും നമുക്കുള്ള ആ ഒരു ക്ഷീണക്കുറവും. പിന്നീട് വെള്ളം ധാരാളം കുടിക്കണം. വെള്ളം കുടിക്കുക. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു ടിപ്പാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ ടൈമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഫുഡ് കഴിക്കാൻ ടൈമില്ല, നടക്കാൻ ടൈമില്ല, വർക്കൗട്ട് ചെയ്യാൻ ടൈമില്ല, ഒന്നിനും ടൈമില്ല. പക്ഷെ നമ്മൾ ഫോൺ കാണുന്നുണ്ട്, വെറുതെ ഇരിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ അറിയാതെ സമയം കണ്ടെത്തുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ എങ്ങനെ കാത്ത് രക്ഷിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. ഒന്നും ചെയ്യേണ്ട, നിങ്ങളൊന്ന് നടക്കാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ റോട്ടിൽ കൂടെയും വീട്ടിൽ കൂടെ ഒന്നും അല്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊന്ന് നടക്കുക. അങ്ങനെ നടന്നിട്ട് ആദ്യം 1 മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക. സാധാരണ ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ പത്രം വായിക്കും, ടി വി കാണും. പണ്ടൊക്കെ ഇപ്പം ടി വി കാണും, ഫോൺ എടുക്കും, കൂട്ടുകാരോട് മിണ്ടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അതൊന്ന് മാറ്റുക. കൂട്ടുകാരുടെ നിങ്ങൾക്ക് ഒന്നിച്ച് നടക്കാം. ആദ്യം 1 മിനിറ്റ് ഒന്ന് നടക്കുക, പിന്നീട് 2 മിനിറ്റ് ആകുക. പക്ഷെ നമുക്ക് ഈ നടത്തം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റ് പിടിച്ചൊരു കാര്യമാണ്. നമുക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് എപ്പോഴും ചടഞ്ഞുകൂടി ഇരിക്കാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അത് പ്രധാനമായും നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം വരുന്നത് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാറില്ല. പിന്നെ നമ്മൾ ഒരു മൈൻഡ് സെറ്റ് അല്ലാത്തൊരവസ്ഥയിലാണ്. പിന്നെ കൊളസ്ട്രോളിൻ്റെ ഒരു കൂടുതലുണ്ടായിരിക്കും. പലർക്കും ഷുഗർ ഉണ്ടാവും. ഈ നടത്തത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ നടന്നുമ്പോൾ നമുക്കൊരു ഇറിറ്റേറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ബലം പിടിച്ച് നടക്കുക. നടന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അന്നേരം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഗ്യാസ് പുറത്തോട്ട് പോകുന്ന ഒരു ഫീലിംഗ് അറിയാം. അതനുസരിച്ച് നമ്മുടെ വയറ് ചുങ്ങും. അത് ഡൈജഷന് വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷനും കൂടി വരുമ്പോഴത്തേനും നമുക്ക് ബോഡിയിൽ നീർക്കെട്ടുണ്ടാകുന്നത് കുറയാൻ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഒരു ആക്റ്റീവ് ഉണ്ടാകും. അതുപോലെ നമുക്ക് ഷുഗറിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കും അത് മാറാനും നല്ല ആക്റ്റീവായിട്ടിരിക്കാനും ഈ നടത്തം സഹായിക്കും. അപ്പം നിങ്ങൾ ഏതൊരു ജോലിയാണെങ്കിലും നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന ഒരു സമയം അല്ലെ ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എവിടെ ഇരിക്കുന്നിടത്താണെങ്കിലും ഒന്ന് നടക്കാൻ ശീലിക്കുക. ഇരിക്കുന്നിടത്ത് നേരിട്ട് മസ്റ്റായിട്ട് നടക്കുക. അതാണ് നമുക്ക് പറ്റണ ഒരു കാര്യം. അപ്പോൾ ഇതിൽ കുറേ നെഗറ്റിവിറ്റി പറയേണ്ടാരും നമുക്ക് എന്തിനും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിയുമ്പോൾ നമുക്ക് ഹാർട്ടിന് അത് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ഈ വയറിൽ ഇഷ്യൂസ് ഉണ്ടാവാതെ ശരിക്കും മോഷനൊക്കെ പോകണത് നല്ലതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മോഷൻ പോയാൽ നമ്മുടെ ബോഡി ക്ലീൻ ആവുള്ളൂ. ഇക്ക് പോകണവരായതുകൊണ്ട് നമുക്ക് വെള്ളം കൂടി നടക്കില്ല. അപ്പം രാവിലെ ഏൽക്കുമ്പോൾ തൊട്ട് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നമുക്ക് കുടിക്കാൻ ശ്രമിക്കാം. പിന്നെ പോകുമ്പോൾ നൈസായിട്ട് കുപ്പിയിൽ വെച്ച് ഒരു സിപ്പ് കുടിക്കുക. വന്നിട്ടും നമുക്ക് വെള്ളം കുടിക്കാം. നമ്മളായിട്ട് നമുക്ക് ഒരു ആരോഗ്യം സംവിധാനം ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് എപ്പോഴും ഹെൽത്തായിട്ടും സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളാരും നമുക്ക് എങ്ങനെ വണ്ണം കൂടുന്നു വണ്ണത്തിലല്ല ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തൊക്കെ ആരോഗ്യത്തോടെ ചെയ്യാമെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. പലർക്കും ചിലരുടെ ഒരു ജനറ്റിക് പ്രശ്നം കൊണ്ട് വണ്ണം കൂടിയിരിക്കും. ചിലർക്ക് എന്തെങ്കിലും നമുക്ക് ചില അസുഖങ്ങൾ കൊണ്ടുള്ള വണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് എന്തെങ്കിലും അസുഖമാണോ നമുക്കൊരു പേടി ഫീലിംഗ് ഉണ്ട് നമ്മുടെ ശരീരത്തോട് തന്നെ. അതുകൊണ്ടാണ് നമുക്കൊരു ക്ഷീണം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം ഒരു വർക്കൗട്ട് സെക്ഷൻ ചെയ്തിട്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ ബാക്കി വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും വർക്കൗട്ട് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഞാനൊക്കെയാണെങ്കിലും ഒരു സൺഡേ മാത്രമേ വീട്ടിലിരിക്കാറുള്ളൂ. അന്ന് നമുക്ക് രാവിലെ ഏൽക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ രാവിലെ നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസം നമ്മൾ ഭയങ്കര ആക്റ്റീവാണ്. എന്തൊക്കെ ചെയ്യുന്നത് നമുക്കറിയില്ല. അത്രയൊന്നും കാര്യങ്ങൾ നമ്മൾ ഓടി നടന്ന് ചെയ്യും. അപ്പം നമ്മളെപ്പോഴും വർക്കൗട്ടിലോട്ട് വരുന്നത് തന്നെയാണ് നല്ലത്. വർക്കൗട്ടിന് സമയമില്ലാത്തവർ മാത്രം ഈ രീതിയിലൊന്ന് ശ്രമിക്കുക. നമുക്ക് നമ്മളുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് സമയമില്ല, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ തന്നെയാണ് ന്യായീകരണങ്ങൾ പറയുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകും. പെട്ടെന്ന് നമുക്ക് വണ്ണം കുറയുന്നില്ല എന്നുള്ള ചിന്ത കളയുക. എങ്ങനെ നമുക്ക് ആക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങൾ സെറ്റായിട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ഈ നടത്തം മറക്കാതിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്